ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ ജയറാം ചിത്രമായിരുന്നല്ലോ ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ. മികച്ച റെസ്പോൺസ് നേടിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തിയെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്, ഷറഫുദ്ദീൻ, രമേഷ് പിഷാടി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രക്ക് ജി പ്രജിത്ത് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ. ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതിയ ചിത്രം ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഒരു ഫാമിലി ക്ലീൻ ഹിറ്റ് എന്റർടൈനറായിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനങ്ങളിൽ നല്ല കളക്ഷൻ ഉയർത്തിയ ചിത്രം എന്നാൽ പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ തളരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിലെത്തി 33 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് 12,50,00,000 രൂപയാണ് സ്വന്തമാക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 8 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം ഏകദേശം 9,75,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ജയറാമിന്റെ കരിയറിൽ ഇത്രത്തോളം മികച്ച റെസ്പോൺസ് കിട്ടിയിട്ടും ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് ആഴ്ചകളായാലും മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപക്ഷെ ചിത്രത്തിന് മികച്ചൊരു OTT ഡീലിലൂടെ കിട്ടിയ ചിത്രം ഒരുപക്ഷെ ലാഭത്തിലാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉടൻ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായിട്ട്. അപ്പോൾ ആശകളായിരുന്നു പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.